വരെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എം ഗോവിന്ദൻ്റെ അറിവിൻ്റെ ഫലങ്ങൾ എന്ന ലേഖനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ആ ലേഖനം ഇന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദമായി പറയാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവനായി സംസാരിച്ചത് ലേഖകൻ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് സ്വാതന്ത്ര്യം അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അറിവിനെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. അറിവിലൂടെ എങ്ങനെ മനുഷ്യൻ സ്വതന്ത്രനാവുന്നു, അങ്ങനെ പറഞ്ഞാലാണ് കുറച്ചുകൂടി ശരിയാവുക. എങ്ങനെയാണ് അറിവ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്? ആ അറിവിൽ തൊടാതെയുള്ള സുരക്ഷിതത്വം മനുഷ്യന് ആവശ്യമാണോ? എങ്ങനെയാണ് അറിവിൽ തൊടാതെയുള്ള സുരക്ഷിതത്വം ആദമും ഹവ്വയും അനുഭവിച്ചത്? അതിനെ എം ഗോവിന്ദൻ ഇവിടെ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സമഗ്രമായി വിശദമായി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നിഷിദ്ധമായ അറിവിൽ തൊടുമ്പോൾ തന്നെ മനുഷ്യൻ നിഷ്കാസിതനാവുകയും മനുഷ്യൻ അവൻ്റെ ഒരു സേഫ് സോണിൽ നിന്ന്, അവൻ്റെ ഒരു സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിവിൽ തൊടുമ്പോഴുണ്ടാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അറിവിൽ നിങ്ങൾ എപ്പോൾ തൊടുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും. നിങ്ങൾ അറിവിൽ എപ്പോൾ തൊടുന്നുവോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുകയും സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചോദ്യങ്ങളും സംശയങ്ങളും അടങ്ങുന്നത് വരെ നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ആ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വളരെ പലപ്പോഴും യുക്തിഭദ്രമായ ചോദ്യങ്ങളായിരിക്കും. പലപ്പോഴും ഖണ്ഡിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉറപ്പുള്ള ചോദ്യങ്ങളായിരിക്കും. ആ ഉറപ്പുള്ള ചോദ്യങ്ങളെ അധികാരി വർഗം പലപ്പോഴും ഭയക്കുകയും ചെയ്യും. അപ്പോൾ അധികാര സ്വരൂപങ്ങളുടെ നേർക്ക് ചോദ്യം വരാതെ ഇരിക്കാൻ എപ്പോഴും അധികാര സ്വരൂപങ്ങൾ ചെയ്യുന്നൊരു കാര്യം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നും ചോദ്യങ്ങളെ വിലക്കുക എന്നും ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിലക്കിനെതിരെയുള്ള ഒരു ലേഖനമാണിവിടെ. അപ്പോൾ അത് ഈശ്വരൻ്റെ വിലക്കാണെങ്കിൽ പോലും ആ വിലക്കും ലംഘിക്കപ്പെടേണ്ടതാണ് എന്നൊരു ധ്വനി, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം എം ഗോവിന്ദനോട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായ സ്വർഗം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു, നിങ്ങൾക്ക് ഈ ആശയം വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഓർക്കാവുന്ന ചില വരികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്ന് മലയാളത്തിലുള്ളൊരു പ്രശസ്തമായ വരിയാണ്, ഈ ബന്ധുരം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അതായത് വളരെ മനോഹരമായ സ്വർണത്തിൻ്റെ ഒരു കൂടിനകത്താണ് നിങ്ങൾ കിടക്കുന്നതെങ്കിലും ആ ബന്ധനം അല്ലാതാകുന്നില്ല എന്നാണ് ഈ വരികളുടെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വളരെ സുഖലോലുപമായ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം, നിങ്ങൾക്ക് ജോലി തേടാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, സമയാസമയത്തിന് കിട്ടുന്നുണ്ട്. നിങ്ങൾ കിടക്കുന്ന കൂട് വളരെ അടച്ചുറപ്പുള്ളതും വില കൂടിയ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതുമാണ്. പക്ഷേ ബന്ധനമാകാതെ ആവുന്നില്ല, ജയിലാകാതെ ഇരിക്കുന്നില്ല. ഇപ്പോൾ ജയിലിനകത്തൊക്കെ നല്ല വലിയ സൗകര്യം ഉണ്ടെന്ന് ജയിലിൽ പോയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അവരുടെ മെനു ഒക്കെ കേട്ടാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. ആഴ്ചയിൽ 2 ദിവസം വിശേഷപ്പെട്ട ഭക്ഷണം, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം 3 നേരം സുഭിക്ഷ ഭക്ഷണം, ചായ, കാപ്പി, ചോറ്, നോൺ വെജിറ്റേറിയൻസിന് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻ ഭക്ഷണം, എല്ലാ വസ്ത്രം,
ഒന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞ് ജയിലിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ജോലി ചെയ്താൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തുക പിന്നീട് ജീവിക്കാനായി കൊടുക്കുന്നു എന്നൊക്കെ കരുതി ആരെങ്കിലും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എല്ലാവർക്കും അറിയാം അതൊരു തടവാണ്, സ്വാതന്ത്ര്യമില്ലായ്മയാണ് എന്ന്. അപ്പോൾ എവിടെയൊക്കെ ഒരു ഈ സുഖസൗകര്യങ്ങൾക്ക് ഇടയിലാണെങ്കിൽ പോലും അവിടെ നിന്ന് പുറത്തു ചാടാനുള്ള, സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനുള്ള ഒരു വാഞ്ച മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. അത് ശ്രീബുദ്ധൻ്റെ കഥ പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും, എല്ലാവിധ സുഖസൗകര്യങ്ങൾക്കും ഇടയിൽ കഴിഞ്ഞിരുന്ന സിദ്ധാർത്ഥൻ ആ കൊട്ടാരം ഉപേക്ഷിച്ച്, എല്ലാ സുഖലോലുപതകളും ഉപേക്ഷിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും മകനെയും രാഹുലിനെയും അവൻ്റെ അമ്മയെയും പുറകിൽ ഉപേക്ഷിച്ച് ഒരു ചുരക്കത്തൊണ്ടുമായിട്ട് ഒരു ഭിക്ഷാന്തേഹിയായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് സുഖസൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല. ഈ ചോദ്യങ്ങൾ അവന് ഉന്നയിക്കാനുള്ളത് കൊണ്ടാണ്, ഈ കാര്യങ്ങൾ അവന് അന്വേഷിക്കാനുള്ളത് കൊണ്ടാണ്. ഈ സത്യാന്വേഷണത്തിൻ്റെ വഴികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ പുറകിലുള്ള പാലങ്ങളെ കത്തിച്ച് കളയുന്ന ഒന്നാണ്. ഒരു പാലത്തിലൂടെ കടന്ന ശേഷം ആ പാലത്തെ കത്തിച്ച് കളഞ്ഞ് പിന്നെ പുറകിലേക്കൊരു യാത്രയില്ലാത്ത തരത്തിൽ വളരെ വിസ്തൃതമായ ഒരു പ്രപഞ്ച സഞ്ചാരമാണ് പലപ്പോഴും ഇത്തരം യാത്രകൾ. അപ്പോൾ അത്തരം യാത്രകൾക്ക് പോകുന്നവർ ധാരാളമായിട്ട് ഉള്ള കാര്യങ്ങൾ സഹിക്കേണ്ടി വരും. ധാരാളം ദുഃഖങ്ങളും പീഡകളും അവനെ തേടിയെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അവൻ അനുസ്യൂതം ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാഹിതം സംഭവിച്ചു. ആർക്ക്? ആദാമിന് ആ അത്യാഹിതം സംഭവിച്ചു. എന്താണ് അത്യാഹിതം? യഹോവ മനുഷ്യനെ ശപിച്ചു, ഏദൻസിൽ നിന്ന് ആട്ടിയകറ്റി. നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ നിന്റെ ഭാര്യ പറയുന്നതും കേട്ടിട്ട് എന്ത് ചെയ്തു? ആ പഴം പൊട്ടിച്ച് തിന്നു. എൻ്റെ വാക്കിനെ നീ ധിക്കരിച്ചു. നീ നിനക്ക് കൂട്ടായിട്ട് ഞാൻ തന്നെ നിന്നിൽ നിന്ന് സൃഷ്ടിച്ചു തന്ന എൻ്റെ ഇണയുടെ വാക്ക് കേട്ടിട്ട് ആ പഴം ഭക്ഷിച്ചു. അതുകൊണ്ട് നിന്നെ ശപിക്കുകയാണ്, നിനക്ക് ഭൂമി തരികയാണ്, നിന്നെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, നീ പൊടിയിൽ തിരികെ ചേരും. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കൈരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. അറിവിൻ്റെ ഫലം ആദ്യത്തെ മനുഷ്യൻ്റെ അധപ്പതനം, ബഹിഷ്കരണം. അതിൻ്റെ മൗലിക പാഠം എന്താണെന്നാണ് ഇനിയുള്ള വരികൾ പറയുന്നത്. മൗലിക പാഠം: സ്വർഗം മനുഷ്യന് മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചു, തീജ്വാലകളും വാൾത്തലപ്പും ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അറിവിൻ്റെ ഫലം ഭക്ഷിച്ചതിനെ തുടർന്ന് പൊടിയിലേക്ക് മനുഷ്യൻ പോവുകയും പൊടിയിൽ നിന്നുണ്ടാവുകയും പൊടിയിൽ തന്നെ ചേരുകയും ചെയ്തു. അവൻ വിയർക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു. എന്താണ്? ഒരു ധിക്കാരത്തിൻ്റെ ഫലമാണ് അവൻ അനുഭവിച്ചത്. ആ തീക്ഷ്ണമായ അനുഭവത്തിലേക്ക് അവന് പോകേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യത്തെ ഇവിടെ എം ഗോവിന്ദൻ എടുത്തു പറയുകയാണ്. പിന്നെ എന്താണ് തുടർന്ന് സംഭവിച്ചത്? ആദാമും ഭാര്യയും അശരണരായി, ഇതികർത്തവ്യതാ മൂഢരായി, സ്വർഗത്തിൽ നിന്നുള്ള അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരാശിച്ചു. അതിൻ്റെ കുരിശ് അവർ ചുമക്കണം. അവർ മാത്രമല്ല, അവരുടെ സന്താന പരമ്പരകളും. മൂലപാപമാണത്. എന്നാൽ ഈ പാപത്തിന് പ്രായശ്ചിത്തവും സമാശ്വാസവുമുണ്ട്. ആദാമും ഹവ്വയും തിന്ന ഫലം അറിവിൻ്റേതാണ്. അതിൻ്റെ പരിണത ഫലം നന്മ തിന്മ വിവേചനവും. ആ അറിവിൻ്റെ ഫലം ഭക്ഷിച്ചാലുണ്ടാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നന്മ തിന്മ എന്നുള്ളതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കേണ്ടി വരും. ഈ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ഉറച്ചൊരു ബോധ്യം ഉണ്ടാവുകയും ഇതിനിടയിൽപ്പെട്ട് ഉഴലുകയും ചെയ്യും. എന്നാൽ ഈ നന്മയും തിന്മയും ലോകത്ത് എന്തെങ്കിലും അവസാനിക്കുമോ? അവസാനിക്കുകയുമില്ല.
ഏതെങ്കിലും ഒരു കാലത്ത് നന്മ മാത്രമായിട്ടൊരു ലോകം അങ്ങനെ ഉണ്ടാവുകയില്ല. എന്നാലോ മനുഷ്യൻ ഇതിന് ഉള്ളിൽ കിടന്ന് ഈ നൂലാമാലയിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുന്നു. അതാണ് യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തികവും മികവും അവർക്ക് തന്നെ. ആന ചെത്താലെന്ത്, അപ്പോഴും 12,000 ആദാമിൻ്റെ സ്വാതന്ത്ര്യ സഹായം, ദൈവശാസന നിഷേധം 2 ലോകങ്ങളുടെ അതിരുവരമ്പുകൾ കീറിയിട്ടു. സ്വർഗരാജ്യത്തിൻ്റെ അസ്തമയം മനുഷ്യരാജ്യത്തിൻ്റെ ഉദയമായി. ഉദ്യാനപാലകൻ കൂലിവേലക്കാരൻ കൃഷിക്കാരനായി. പൊടിയിൽ നിന്ന് പിറന്ന അവൻ പൊടിയിൽ നിന്ന് പുതിയ ഫലങ്ങൾ നട്ടു നനച്ചുണ്ടാക്കി. അങ്ങനെ ഈ ഭൂമിയിലേക്ക് വരികയും മനുഷ്യൻ പലരായി മാറുകയും ചെയ്തു. ചിലർ കൂലിവേലക്കാരായി മാറി, ചിലർ കൃഷിക്കാരായി മാറി, ചിലർ ഉദ്യാനപാലകന്മാരായി മാറി. അങ്ങനെ പലരും പല തൊഴിലുകളിൽ ഏർപ്പെട്ട് ആത്യന്തികമായി കഷ്ടനഷ്ടങ്ങളിൽ കുടുങ്ങി ജീവിക്കേണ്ടി വന്നു. മനുഷ്യജീവിതത്തിൻ്റെ ആകെത്തുക എന്താണ്? നഷ്ടം. നഷ്ടപ്പെടുക എന്നുള്ളതാണ് ആത്യന്തികമായി മനുഷ്യന് കിട്ടുന്ന ഒരു കാര്യം. നേടി എന്ന് തോന്നുന്നതൊന്നും അവന് നഷ്ടപ്പെടാതിരിക്കുകയില്ല. നഷ്ടം എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് ഉള്ള ഇവിടെ ജീവിച്ചാൽ കിട്ടുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. നേടുക എന്നുള്ളത് താത്കാലികമാവുകയും നഷ്ടം എന്നുള്ളത് സ്ഥിരമായി മാറുകയും ചെയ്യും. നേടിയതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് അത് സന്തതി പരമ്പരകൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെന്നല്ലാതെ ഒടുവിൽ തൻ്റേതെന്ന് താൻ കരുതുന്ന ഈ ദഹിച്ചു പോകുന്ന അല്ലെങ്കിൽ മണ്ണിലേക്ക് അടിപ്പെട്ടു പോകുന്ന ഈ ദേഹം, ദഹിച്ചു പോകുന്നതാണ് ദേഹം, നശിച്ചു പോകുന്നു എന്നാണ് ശരീരം എന്നതിൻ്റെ അർത്ഥം. അതുകൂടി ഉപേക്ഷിച്ച് മനുഷ്യന് പോകേണ്ടി വരുന്നു. അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ പുറന്തള്ളപ്പെട്ടത് എന്നാണ് വിശ്വാസം. അങ്ങനെ ഇവിടെ പല ലോകങ്ങളിൽ പാർത്ത് നരകിച്ച് മനുഷ്യൻ ഇങ്ങനെ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് അവൻ ഭൂമിയിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്തു? അവൻ പുതിയ ഫലങ്ങൾ നട്ടു നനച്ചുണ്ടാക്കി. അവനിഷ്ടമുള്ള ഫലങ്ങൾ നടാം, വളർത്താം, അത് കൊയ്തെടുക്കാം, അറുത്ത് തിന്നാം, വിലക്കപ്പെട്ട യാതൊന്നുമില്ല. അവനായി അവൻ്റെ ലോകത്തിലെ സ്രഷ്ടാവ്. അവൻ ആടുകളെ മെരുക്കി പാൽ കറന്നു, അവർക്ക് ഗർഭമുണ്ടായി. മനുഷ്യൻ കർഷകനായി, കാരണവരായി. അവൻ്റെ അനുഭവങ്ങളുടെ കർത്താവും ആസ്വാദകനുമായി. മുഖത്തെ സ്വേദബിന്ദുക്കൾ ചിന്തിയുണ്ടാക്കിയ ഫലങ്ങൾക്ക് പുതിയ സ്വാദും പോഷണവും അവൻ കണ്ടെത്തി. സ്വാതന്ത്ര്യവും ആഹാരവും അവൻ്റെ ജീവിതത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചു. ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും ഉത്പത്തി. അതിൻ്റെ ഉദ്ഘാടകന്മാരാണ് ആദം നബിയും ഹവ്വ ബീവിയും. ഇങ്ങനെയാണ് മനുഷ്യരാശിയുടെ ആരംഭം. ആദമിൻ്റെയും ഹവ്വയിൽ നിന്നും തുടങ്ങുന്ന ഈ നിഷ്കാസനത്തിൻ്റെ ചരിത്രമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രം. അവൻ നിഷ്കാസിതനാവാനുള്ള കാരണം ഈ വിലക്കപ്പെട്ടത് ഭക്ഷിച്ചത് കൊണ്ടാണ്. എന്താണ് വിലക്കപ്പെട്ടത്? വിലക്കപ്പെട്ട അറിവിൻ്റെ കനി ഭക്ഷിച്ചത് കൊണ്ടാണ് അങ്ങനെ അവർ പുറത്ത് പോകേണ്ടി വന്നത്. ആദാമിൻ്റെയും ഹവ്വയുടെയും ഐതിഹ്യം സാമൂഹിക പ്രാധാന്യമുള്ളതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്പത്തിയോടൊപ്പം മാനവ സമുദായത്തിൻ്റെ ഉത്പത്തിയെയും അത് സൂചിപ്പിക്കുന്നു. ആദാമിൻ്റെ അധഃപതനം ഒരു വൃക്ഷത്തിൽ നിന്ന് വീണ പഴം പോലെയുള്ള വീഴ്ചയാണ്. വീണത് കീഴ്പോട്ട് തന്നെ, എങ്കിലും അത് ഫലനിർമ്മാണ ശക്തിയുടെ അന്ത്യമല്ല, ആരംഭമാണ് കുറിക്കുന്നത്. അതായത് ഒരു പഴം ഒരു മരത്തിൽ നിന്ന് വീണാൽ എന്താണ് അർത്ഥം? ആ പഴം ആ മരത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ആ പഴം പിന്നീട് തിരിച്ച് മരത്തിലേക്ക് പോകുന്നില്ല. അതുപോലെയാണ് ആദാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തപ്പെട്ടത്. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഉള്ള എന്നേക്കുമായൊരു വേർപെടലായിരുന്നു അത്. എങ്കിലും അത് ഒരു തുടർച്ചയായി. എങ്ങനെ? ഒരു പഴം ഒരു മരത്തിൽ നിന്ന് ഭൂമിയിൽ വീണാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ വിത്തുകൾ മുളച്ച് പുതിയ മരങ്ങളുണ്ടായി, അതിൽ പിന്നീട് പഴങ്ങളുണ്ടായി, പിന്നീട് അതിൽ നിന്ന് പഴങ്ങളുണ്ടായി. അപ്പോൾ അനേകം വൃക്ഷങ്ങളായിട്ടത് മാറും. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ട ഒരു പഴം ഭൂമിയിൽ, ആദാമിനെ ഒരു പഴമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഭൂമിയിൽ വന്ന് വീഴുകയും ഭൂമിയിൽ ഇങ്ങനെ അനന്ത മനുഷ്യരാശികളായിട്ടത് പടർന്നു പോവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അങ്ങനെ അവൻ പല പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയും കൂലിവേലക്കാരനായും കൃഷിക്കാരനായും ഉദ്യാനപാലകനായും ഒക്കെ ഈ ഭൂമിയിൽ
ജീവിക്കുകയും അവൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയ സുഖങ്ങളെ സൃഷ്ടിക്കുകയും അവനതിൻ്റെ കർത്താവായി മാറുകയും അതിൽ രമിക്കുകയും നഷ്ടപ്പെടുകയും നശിക്കുകയും ഒക്കെ ചെയ്ത് ഈ ജനിമൃതികളിലൂടെ ഇങ്ങനെ തുടർന്ന് പോയി. ജനിക്കുക മരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയിൽ അവൻ ആത്യന്തികമായി കുടുങ്ങിപ്പോയി എന്നതാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? അറിവിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ തൊടാൻ പാടില്ലാത്ത അറിവിൽ തൊട്ടതുകൊണ്ട് സംഭവിച്ചു എന്നാണ് എം ഗോവിന്ദൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മനുഷ്യരാശിയുടെ ഈ പരമ്പരയായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ പടർന്നു പോരലിനെയാണ് തുടർച്ച എന്നിവിടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഒരിക്കലും അവസാനമല്ല, ഇത് തുടർച്ചയാണ്. വിത്ത് മണ്ണിൽ വീണ് മുളയ്ക്കുന്നു. ഏതൊരു വൃക്ഷത്തിൽ നിന്ന് പരിത്യക്തമായോ അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ തന്നെ മാതൃകയിൽ വെല്ലുവിളിയോടെ എന്ന പോലെ കിളിർത്തു വരുന്നു. കൂമ്പും നാമ്പും വിരിഞ്ഞ് മേൽപോട്ടുയരുന്നു. താഴത്തിട്ട മരത്തെ എത്തിപ്പിടിക്കാൻ വെമ്പിക്കൊണ്ടിരുന്ന പോലെ അധപ്പതനം ഉയർച്ചയായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇതേ ഗതിവികാസമാണ് ആദാമിനെ സംബന്ധിച്ചും സംഭവിച്ചത്. അദ്ദേഹം നാഗത്തിൽ നിന്ന് നിഷ്കാസിതനായി തീർന്ന മുതൽക്കാണ് മനുഷ്യൻ ഭൂമിയിൽ വിത്തെറിഞ്ഞത്. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥം. നമുക്ക് നാമേ പണിവത് നാഗവും നരകവും എന്ന് ഉള്ളൂർ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ തന്നെയാണ് മനുഷ്യന് സ്വർഗവും നരകവും പണിയുന്നത് എന്ന്. എന്തായാലും സ്വർഗത്തിൽ നിന്ന് അടർത്തി എടുത്ത പാടെ അവന് ഒരു തരത്തിലുള്ള ലിബറേഷൻ സംഭവിച്ചുവെങ്കിലും, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ പോയെങ്കിലും, ഈശ്വരൻ അവനെ ഒഴിവാക്കി വിട്ടെങ്കിലും, നീ ഇനി ചെന്ന് വീഴുകയോ വിത്താവുകയോ പടരുകയോ മറ്റൊന്നിലേക്ക് പോവുകയോ എന്തു വേണമെങ്കിൽ കഴിയട്ടെ എന്ന് കരുതി അവനെ വിട്ടുവെങ്കിലും അവൻ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന തരത്തിലുള്ളൊരു മുദ്രാവാക്യം പോലെ ഉയരുന്നൊരു കവിത ഉയർത്തിപ്പിടിക്കാനുള്ള തരത്തിലേക്ക് അവൻ ലിബറേറ്റ് ചെയ്യപ്പെട്ടു, അവൻ സ്വതന്ത്രനാക്കപ്പെട്ടു. അവൻ ഈ പാപത്തിൻ്റെയും നന്മതിന്മകളുടെയും ഒക്കെ കണക്കിൽപ്പെട്ട് ഉഴറി ഭൂമിയിൽ കിടന്ന് ജീവിക്കാൻ തുടങ്ങി. അത് സ്വാതന്ത്ര്യമാണോ, ആ സ്വാതന്ത്ര്യം വഴിയുള്ള മറ്റൊരു കുരുക്കാണോ എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. എന്തായാലും അവൻ വന്നു വീണത് ഈ നന്മതിന്മകളുടെയും പാപത്തിൻ്റെയും ഒക്കെ ലോകത്തിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മനുഷ്യനിവിടെ വിത്തെറിയുകയും വിളവെടുക്കുകയും ഒക്കെ ചെയ്തു. വീഴ്ച ഒരു പുതിയ വഴക്കവും പരിചയവും ഉളവാക്കി. സാമൂഹികമായി വീക്ഷിച്ചാൽ വീഴ്ചയ്ക്ക് ശേഷമുള്ള ഈ വ്യതിയാനം ചരിത്രത്തിലെ അതിപ്രധാനമായൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഭക്ഷണശേഖരണ കാലത്തിൽ നിന്ന് ഭക്ഷണോത്പാദന കാലത്തിലേക്കുള്ള പരിവർത്തനം. ആദം നബി ഉത്പാദകനായി ഒരു തരത്തിലുള്ള രണ്ട് തരത്തിൽ. സ്വർഗത്തിലും അവന് കൂട്ടായി ഇണയുണ്ടായിരുന്നു, നല്ലവളായ ഹവ്വാ ബീവി. പക്ഷേ അവിടെ നിന്ന് പുറത്തു പോകുന്നതിന് ശേഷം മാത്രമേ ഭൂമിയിൽ താവളവും താമസവും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ സന്തത്യുത്പാദനം സാധ്യമായുള്ളൂ. എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ടാണല്ലോ ഈ മനുഷ്യ പരമ്പര അവർക്ക് ഉണ്ടായത്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, പിന്നീട് അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി, അങ്ങനെ അനന്തകോടി പരമ്പരയുണ്ടായി. അതാണ്. ഭൂഗർഭത്തിലും ആദാം നിലത്തിൽ നിന്നും തന്നിൽ നിന്നും ഫലങ്ങൾ ഉളവാക്കി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുകയും ചെയ്തു. പിന്നെ തന്നിൽ നിന്ന് ഫലം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുള്ളത്. അവനവനിൽ നിന്ന് തന്നെ ഒരു കൃഷി ആരംഭിച്ചു. അത് മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു കൃഷിയായിരുന്നു. പിന്നെ ഒന്ന് ഭൂമിയിൽ വിതച്ചിട്ട് പഴങ്ങളും ധാന്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ള മറ്റൊരു കൃഷിയിൽ കൂടി അവൻ ഏർപ്പെട്ടു. അങ്ങനെ രണ്ട് തരത്തിലുള്ള സസ്യങ്ങളുടെയും മനുഷ്യരുടെയും പരമ്പര അവനിൽ നിന്നുണ്ടായി എന്നാണ്. ഭൂഗർഭത്തിലും ഹവ്വാഗർഭത്തിലും ബീജാവാപം ചെയ്തു. രണ്ടിടത്തും വിത്തുകളിട്ടു. അതാണ്. ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരിക എന്നാണല്ലോ അർത്ഥം. വിത്ത് ചെടിയായി മുളയ്ക്കുന്നു, ഇല വിരിയുന്നു, പൂക്കളുണ്ടാകുന്നു, കായ്കളായി ഉരുത്തിരിയുന്നു,
അതേവരെ അദൃശ്യമാക്കി കിടന്ന ഫലത്തെ പുറത്തു കൊണ്ടുവരുന്നു. പെണ്ണിൽ നിക്ഷേപിച്ച ബീജത്തിൻ്റെ ഗതിയും വിധിയും ഇതുതന്നെ. പ്രകൃതിയിൽ ഈ ഉത്പാദനം മണ്ണിലും ജീവികളിലും വിത്തിടലും മുളച്ചു വരലും ബോധപൂർവമല്ല. മനുഷ്യൻ നിലത്ത് ഉത്പാദനം നടത്തുമ്പോൾ അത് സ്വോദ്ദേശ്യ രൂപം കൊള്ളുന്നു. മനുഷ്യൻ ബോധപൂർവമാണല്ലോ ഉത്പാദന പ്രക്രിയ നടത്തുന്നത്. സന്തതി പരമ്പര ഉത്പാദിപ്പിക്കുന്ന എനിക്കൊരു അടുത്ത പരമ്പര ഉണ്ടാവണം, എൻ്റെ കുടുംബത്തിനൊരു അടുത്ത പരമ്പര ഉണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ മതക്കാർക്ക് അടുത്ത പരമ്പര ഉണ്ടായി വരണം, അങ്ങനെ അവർ വർദ്ധിക്കണം, ഈ ലോകം മുഴുവൻ അവരായി തീരണം. അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആളുകൾ ഇങ്ങനെ പരമ്പരയായിട്ട് വരട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മനുഷ്യൻ പലപ്പോഴും സന്താന ഉൽപ്പാദനം നടത്തുന്നത്. മനുഷ്യൻ അതിൻ്റെ പുറകിൽ വലിയ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ജീവികൾക്ക് അതൊന്നുമില്ല. ജീവികൾക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഉൽപ്പാദന പ്രക്രിയയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ നിലത്ത് ഉൽപ്പാദനം നടത്തുമ്പോൾ അത് സ്വോദ്ദേശ്യ രൂപം. പിന്നെ നിലത്ത് ഉൽപ്പാദനം നടത്തുന്നതിലും അത് തന്നെ. എന്താണ്? എനിക്ക് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചാക്കിലാക്കിയിട്ട് വിൽക്കണം, അത് റേഷൻ പീടിക വഴി വിറ്റൊഴിക്കണം, കടകൾ വഴി വിറ്റഴിക്കണം, കയറ്റി അയക്കണം, എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ മനുഷ്യർക്കേ ഉള്ളൂല്ലോ. അപ്പോൾ ആകാശത്തിലെ കിളികൾക്ക് ഇതില്ല, അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യുന്നില്ല എന്ന് പറയുമല്ലോ. അത് പറയുന്ന പോലെയാണ്. ആകാശത്തിലെ കിളികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അന്നന്നത്തെ ഭക്ഷണം കഴിക്കുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ കുറേ കൂടി തൻ്റെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് നോക്കുകയും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതോടൊപ്പം അത് സംഭരിച്ച് വെക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ ഉൽപ്പാദന പ്രക്രിയയിലും അവനിൽ നിന്ന് സ്വയമേവ മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുമ്പോഴും അവൻ തന്നെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴും ഇതിനെല്ലാം സ്വാർത്ഥതയുണ്ട്. ഇതിൻ്റെ പുറകിൽ ആ സ്വാർത്ഥതയുടെ പേര് എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. എൻ്റെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ളതാണ്. എൻ്റെ അടുത്ത തലമുറയെ കൂടി സുരക്ഷിതമാക്കണം എന്നതാണ്. അതിൻ്റെ അടുത്ത തലമുറയെ കൂടി പറ്റിയാൽ സുരക്ഷിതമാക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് മനുഷ്യൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്നതാണ്. ഏദൻ തോട്ടത്തിൽ മണ്ണിൽ നിന്ന് ഇലയും കായും പൂവും കിഴങ്ങും മനുഷ്യനെടുക്കുന്നു. പെണ്ണിൽ നിന്ന് പിഞ്ചുകിടാങ്ങളെയും. ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതും ദൈവം തന്നെ. അവനെ മണ്ണിൽ നിന്നും അവളെ അവനിൽ നിന്നും. ഭക്ഷണോത്പാദനത്തിൻ്റെയും മനുഷ്യോത്പാദനത്തിൻ്റെയും കുത്തക യഹോവയുടേതാണ്. ഭൂമിയിൽ ഈ രണ്ട് വിദ്യയും ആദാമിനും ഹവ്വയ്ക്കും സാധിച്ചു. എങ്ങനെ? അവർ അറിവിൻ്റെ ഫലം തിന്നു. എന്താ കാരണം? അറിവിൻ്റെ ഫലം തിന്നപ്പോൾ അവരിത് സ്വയം ചെയ്യാൻ തുടങ്ങി എന്നാണ് ഇവിടെ എം ഗോവിന്ദൻ പറഞ്ഞു വരുന്നത്. മറ്റത് ഒരാൾ പറഞ്ഞിട്ട് മറ്റൊരു ശക്തിയെ ആശ്രയിച്ച് നിൽക്കുകയായിരുന്നു. അറിവിൻ്റെ ഫലം ചെയ്തതോടുകൂടി ഇവൻ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവൻ തന്നെ ഇത് പ്രയോഗിക്കാൻ തുടങ്ങി. ഏത്? സൃഷ്ടിയുടെ രഹസ്യം ഇവന് കിട്ടുന്നതോടുകൂടി ഇവൻ തന്നെ സ്വയം സ്രഷ്ടാവായി മാറാൻ തുടങ്ങി. അതാണ് പറഞ്ഞു വരുന്നത്. വളരെ വ്യക്തമായല്ലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ, പറഞ്ഞു വരുന്നതിൽ. ഓക്കെ. അവരിലുദിച്ചു. ഒറ്റ വാക്കിൽ അവർ സ്വർഗീയമായ ഏകശാസനക്രമത്തിൽ നിന്ന് സ്വതന്ത്ര. ഏകശാസനക്രമം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം, ആ ദൈവം പറയുന്നത് കേൾക്കുക എന്നുള്ളിടത്ത് നിന്ന് മാറി സ്വയം ഈ സൃഷ്ടിയുടെ പ്രക്രിയയിലേക്ക് സ്വയം സ്രഷ്ടാവായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. മുഷ്കരമായ ബഹിഷ്കരണവും ഒറ്റപ്പെടലും ഒടുവിൽ അവരെ സ്വയം ഭരണത്തിലേക്ക് നയിച്ചു. പിന്നീടെല്ലാം അവരൊരു സ്വയം ഭരണത്തിലേക്ക് പോയി, സ്വയം അധികാര പ്രക്രിയയിലേക്ക് കൂടി അവൻ കടന്നുപോയി. ഇതിനൊക്കെ അവന് എന്താണ്? ആദാമും ഹവ്വയും വഴി മനുഷ്യന് എന്താണ് ഇതിനെല്ലാം കാരണമായത്? ആ വിലക്കപ്പെട്ട പഴം തിന്നതാണ്. ആ പഴം തിന്നുന്നത് വഴി, ആ അറിവിൻ്റെ ഫലം തിന്നത് വഴി അവന് അറിവുണ്ടായി. ആ അറിവ് വഴി അവൻ സ്വാതന്ത്ര്യമുണ്ടായി. ആ സ്വാതന്ത്ര്യം വഴി അവൻ സൃഷ്ടി നടത്തി. അതിൻ്റെ ഭാഗമായി അവൻ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഭൂമിയിലുള്ള നന്മയിലേക്കും തിന്മയിലേക്കും പാപത്തിലേക്കും അവൻ വീണു. അങ്ങനെ അനന്തകോടി പരമ്പരകളിലൂടെ ഒരു ധാരയായി മുറിയാതെ അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയും കെട്ടുപിണഞ്ഞു കിടക്കുകയും ചെയ്യുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അറിവിൻ്റെ ഫലങ്ങൾ എന്ന എം ഗോവിന്ദൻ്റെ ഈ ലേഖനം. അറിവിൻ്റെ ഫലങ്ങൾ തിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എം ഗോവിന്ദൻ്റെ ശാസ്ത്രീയ യുക്തിയിൽ പുതിയ ഭാഷയിൽ, പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയിൽ നമ്മോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ലേഖനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവുകൾ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കണം. ഇല്ലെങ്കിലും സന്തോഷം, ചോദിച്ചാലും സന്തോഷം. എന്തായാലും
സംശയങ്ങളുണ്ടാവട്ടെ, ധാരാളമായി സംശയങ്ങൾ ചോദിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.